ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മഖബറയാണത്. ഗുംബാസ് എന്ന് പറയും, ഇവിടേക്ക് പ്രത്യേക പേര് ഗുംബാസ് എന്നാണ്. ഈ ഫസ്റ്റ് കാണുന്നത് പുലിൻ്റെ തൊലിൻ്റെ കളറിലുള്ള ഈ പട്ടി വിരിച്ചത് ടിപ്പു സുൽത്താൻ റളിയല്ലാഹു മഖബറ. നടുക്കിലുള്ളത് ഹൈദരലി റളിയല്ലാഹു അൻഹുവിൻ്റെ മഖബറ. മൂന്നാമത് ടിപ്പു സുൽത്താൻ ഉമ്മാൻ്റെ മഖബറ. ആ മഖബറിൻ്റെ ഉള്ളിലും പുലിൻ്റെ തൊലിൻ്റെ കളർ കൊണ്ടുള്ള പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത്. 36 കൊല്ലം ഹൈദരലി ടിപ്പു സുൽത്താനും കൂടെ ഭരണം നടത്തി. അതിന് വേണ്ടിയിട്ട് ഈ മഖബറിൻ്റെ റൗണ്ടിൽ പുറത്ത് കറുത്ത തൂണ്, കരിങ്കൽ, ഒരു പ്രത്യേകതരം കല്ലിൻ്റെ 36 തൂണ് സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു തൂണിൽ ലക്ഷക്കണക്കിന് വില മതിക്കുന്ന തൂണുകളാണ്. നമുക്ക് പെട്ടെന്ന് കണ്ട് കറുത്ത് പെയിൻ്റ് അടിച്ചതെന്ന് തോന്നും. കറുത്ത് പെയിൻ്റ് അടിച്ചില്ല, കറുത്തൊരു സൈസ് എണ്ണമെഴുക്ക് തേച്ച മറ്റു പ്രത്യേക ഒരു പവറുള്ളൊരു ഗ്ലൈസിങ്ങുള്ളൊരു കല്ലാണ് തൂണുകൾ. 36 കൊല്ലം ഭരിച്ചതിനുള്ളൊരു നിഷാനി, ഒരടയാളമാണ് അത്. കേട്ടോ, മുമ്പിൽ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു കെട്ടിയ പള്ളിയുണ്ട്, നമസ്കരിക്കാൻ പള്ളി കെട്ടിയിട്ടുണ്ട്. ആ പള്ളിയുണ്ട്, കരിങ്കല്ലിൻ്റെ പള്ളി. അത് പിന്നെ ബാക്കി പരിസരങ്ങളിലൊക്കെ സൈനികരും കുടുംബത്തിൽപ്പെട്ടവരും പിന്നെ ഭാര്യമാരും മക്കളൊക്കെയാണ്. ഒരുപാട് മഖബറകളുണ്ട്. എല്ലാവരും പേരുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മൈസൂർ പോയതൊക്കെ കാണാം. പിന്നെ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രങ്ങൾ കുറേയുണ്ട്.